തിന്മയുടെ ദേവനായ കലി ശരീരത്തിൽ കയറിയതോടെ നളൻ പൂർണ്ണമായി കലിയുടെ നിയന്ത്രണത്തിലായി. നളന്റെ സഹോദരനായ പുഷ്കരന് നളനോട് അസൂയയുണ്ട്. കാരണം അയാൾക്ക് നളന്റെ രാജ്യം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇക്കാര്യം അറിയാവുന്ന കലിയുടെ ഇച്ഛാശക്തിയാൽ നളൻ പുഷ്കരന് ചൂതുകളിക്കാൻ ക്ഷണിച്ചു. നളനെ തോൽപ്പിക്കുവാൻ കലിയുടെ കൂട്ടാളിയായ ദ്വാപരൻ പ്രധാന പകിടിയുടെ രൂപം സ്വീകരിച്ചിരുന്നു. അങ്ങനെ നീണ്ടുനിന്ന ഭയാനകമായ കളി മാസങ്ങളോളം നീണ്ടുനിന്നു. നളൻ തോറ്റുകൊണ്ടിരുന്നു. തന്റെ കിരീടം, കുതിരകൾ, പട്ടാളക്കാർ, രഥങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെട്ടു. നിരാശാജനകമായ ചൂതാട്ടം നിർത്താൻ നളനോട് രാജ്ഞിയും പ്രജകളും അപേക്ഷിച്ചു. പക്ഷേ നളന് നിർത്താൻ കഴിഞ്ഞില്ല. അവനിലെ കലി അവനെ പ്രോത്സാഹിപ്പിച്ചു. പണയം വയ്ക്കാൻ ഇനി ഒന്നുമില്ലാതാകുന്നതുവരെ അവൻ കൂടുതൽ ശക്തമായി പന്തയം വച്ചു. മറ്റൊന്നുമില്ലാത്തതിനാൽ ദമയന്തിയെ പന്തയം വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് പുഷ്കരൻ അവനെ പരിഹസിച്ചു. നളൻ അപമാനിതനും ലജ്ജയും കൊണ്ടെഴുന്നേറ്റു. ദമയന്തി ഈ ദുരന്തം മുൻകൂട്ടി കണ്ടിരുന്നു. അവൾ തന്റെ വിശ്വസ്തനായ സാരഥിയെ വിളിച്ചുവരുത്തി രാജകുമാരനെയും രാജകുമാരിയെയും വിദർഭയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അവിടെ അവർ തന്റെ മാതാപിതാക്കൾക്കൊപ്പം സുരക്ഷിതരായിരിക്കും. ഇപ്പോൾ ദമയന്തിയും താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് രാജകൊട്ടാരത്തിനു പുറത്തേക്ക് ഭർത്താവിനെ പിന്തുടർന്നു.